ഈ അദ്കാറുകൾ നമ്മൾ നിർവഹിച്ചിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അത് മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ഈ അദ്കാറുകളുടെ അവസാനത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഈ അദ്കാറുകളൊക്കെ നിർവഹിച്ചിട്ട് ഒരാൾ പോയി വുളു എടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ അനവധി നിരവധി പ്രത്യേകതകളുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഏതാനും പ്രാർത്ഥനകളെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് ദിക്റുകളാണ് ഇതിലുള്ളത്. ഒരു പക്ഷേ നമുക്കെല്ലാവരും നമുക്ക് സ്ഥിരമായി കേട്ട് പരിചയമുള്ളത് തന്നെയായിരിക്കാം. ഈ ദിക്റുകൾ ചൊല്ലേണ്ടത് നമ്മൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ണ് നമ്മൾ തുറന്ന ഉടനെ, ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് നമ്മൾ കണ്ണ് തുറന്ന ഉടനെ നമ്മൾ നടത്തേണ്ടതായ ചില അദ്കാറുകളാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് പോലും നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമല്ല. കണ്ണ് തുറക്കുന്ന സമയത്ത്, കണ്ണ് തുറന്ന ഉടനെ ഒരാൾ പറയാണ്. എന്താണ് അയാൾ പറയേണ്ടത്? നമുക്കെല്ലാം പരിചയമുള്ള വാക്കുകളാണ്. കുറച്ച് വിശദമായിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ ഒരു പ്രാർത്ഥനയായിട്ടോ അദ്കാറായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് പരിചയമുള്ളതാണല്ല. ഒരാൾ കണ്ണ് തുറന്ന ഉടനെ അയാൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനുശേഷം അയാൾ പറയാ, അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത്രയും അയാൾ നിർവഹിച്ചാൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഒന്നാമത്തെ പ്രത്യേകത. ഈ ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനു ശേഷം ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താണോ അയാൾ ചോദിക്കുന്നത്, അയാളുടെ ആ ചോദ്യത്തിനുള്ള, ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അള്ളാഹു നൽകും. വീണ്ടും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന നിർവഹിച്ച് അല്ലെങ്കിൽ ഈ അദ്കാറുകൾ നിർവഹിച്ച് അയാൾ എഴുന്നേറ്റ് പോയി വുളു എടുത്ത് നമസ്കരിച്ചാൽ അത് അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുന്ന ഒരു കർമ്മമായി രേഖപ്പെടുത്തും. ഒരുപാട് പ്രത്യേകതകൾ. എന്താണ് പറയേണ്ടത്? ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കാളികളില്ല, അവനൊരു ശരീക്കും ഒരു പങ്കാളിയുമില്ല. ലഹുൽ മുൽക്ക്, അവനാകുന്നു എല്ലാ തരത്തിലുള്ള മുൽക്ക്, അധികാരങ്ങളൊക്കെ അള്ളാഹുവിനാണ്. വലൗൽ ഹംദ്, അവനാകുന്നു സ്തുതികളൊക്കെ. ഒന്നുകൂടി പറയാം, അത്രയും ഭാഗം ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലൗൽ ഹംദ്. എന്നിട്ട് പറയാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എന്നിട്ട് നമുക്കെല്ലാം പരിചയമുള്ള വാക്ക് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വസുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും ഉന്നതനാകുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ യാതൊരു കഴിവോ ശക്തിയോ ഇല്ല. വലാ ഹൗല, ഒരു കഴിവുമില്ല. വലാ ഖുവത, ഒരു ശക്തിയുമില്ല. ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. എന്നിട്ട് അയാൾ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരയണമേ. എപ്പോഴത് പറയണ്ടേ? നമ്മൾ കണ്ണ് തുറന്ന ഉടനെ. കണ്ണിങ്ങനെ തുറന്ന് ചിമ്മി ഉറങ്ങുന്ന ആളുകൾ പിന്നെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടതാണ്. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുക.